ബോളിവുഡ് സിനിമാ ലോകത്തിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വലിയ പ്രതിസന്ധിയിലൂടെ പോകുന്നു എന്നുള്ളതായിരുന്നു കണക്കെടുപ്പുകൾ. പല വമ്പൻ ചിത്രങ്ങളും ഒക്കെ തന്നെ പരാജയത്തിന്റെ പടുകുഴിയിൽ തിയേറ്ററിൽ മാറുന്ന ഒരു കാഴ്ച ഉണ്ടാകുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഫെബ്രുവരി 14 വിക്കി കൗശൽ ചിത്രമായ ചാവ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. പിന്നെ നടക്കുന്നത് ചരിത്രമാണ്. കാരണം ഒരു ചരിത്ര പ്രാധാന്യമുള്ള സിനിമയെ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഹിന്ദി സിനിമാ ലോകം അത്ര കണ്ടങ്ങ് സുഖിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ മാറിക്കൊണ്ടിരുന്നത്. കാരണം പല വമ്പൻ ചിത്രങ്ങളൊക്കെ തന്നെ ബോക്സ് ഓഫീസിൽ തകർന്നടിയുന്ന കാഴ്ച കാണുമ്പോഴാണ് വിക്കി കൗശൽ ചിത്രമായ ചാവ 200 കോടി കളക്ഷനിലേക്ക് അടുക്കുന്നത് എന്നുള്ളതാണ്. പല വമ്പൻ താരങ്ങൾക്കും ആ 200 കോടി എന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ തലചുറ്റലാണ്. കാരണം അവരുടെയൊക്കെ സിനിമകൾ വലിയ ബഡ്ജറ്റിലൊക്കെ റിലീസാവുന്ന സിനിമകളൊക്കെ തന്നെ തിയേറ്ററിൽ വൻ പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ഉദാഹരണമാണ് അക്ഷയ് കുമാർ നായകനായ സ്കൈ ഫോഴ്സ് എന്ന സിനിമ. ആ സിനിമ വന്നതും അറിഞ്ഞില്ല, പോയതും അറിഞ്ഞില്ല. ആ അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ. കാരണം 2025 വന്നതിന് ശേഷം ബോളിവുഡിൽ ഒരു സുവർണ്ണ കാലഘട്ടം വരാൻ പോവുകയാണ് സുഹൃത്തുക്കളെ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയെങ്കിൽ പോലും അതൊന്നും വില കണ്ടില്ല. പക്ഷേ ഫെബ്രുവരി 14 ചാവ എത്തിയതോടുകൂടി തന്നെ വിക്കി കൗശൽ ഇൻഡസ്ട്രിയുടെ തലവര മാറ്റി എന്ന് പറയേണ്ടി വരും. വിക്കി കൗശൽ ഛത്രപതി സാംഭാജി മഹാരാജ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ അവിസ്മരണീയമാക്കി. തിയേറ്ററിൽ കണ്ട ഓരോ പ്രേക്ഷകരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. പ്രത്യേകിച്ച് അവസാന പോർഷനൊക്കെ അത്രയും ബ്രൂട്ടാലിറ്റിയിൽ ഔറംഗസേബും ഛത്രപതി സാംഭാജി മഹാരാജും തമ്മിലുള്ള ഒരു റൈവൽറി കാണുമ്പോഴേക്കും എന്നിലെ പ്രേക്ഷകന് അത് വലിയ രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്തു. കാരണം ആ സിനിമ സംസാരിക്കുന്ന രാഷ്ട്രീയമായിക്കോട്ടെ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ആ സിനിമയിലൂടെ ആ സിനിമയുടെ കഥ ബിൽഡ് ചെയ്തേക്കുന്നത് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ ആ സിനിമ മുന്നോട്ട് പോകുമ്പോൾ അത് അത്രമേൽ മികച്ച രീതിയിലായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്ന AR റഹ്മാനൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ആ സിനിമയിലേക്ക് കൊടുത്തേക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിയത്. കാരണം ആ വിഷ്വൽസിനെ എൻഹാൻസ് ചെയ്യാൻ AR റഹ്മാൻ എന്ന് പറയുന്ന സംഗീതജ്ഞൻ ഉപയോഗിച്ചിരിക്കുന്ന BGM, അതിലെ പാട്ടുകളൊക്കെ തന്നെ അതിഗംഭീരമായിരുന്നു. രശ്മിക മന്ദാനയായിരുന്നു വിക്കി കൗശലിൻ്റെ പേരായിട്ട് വന്നത്. പ്രകടനങ്ങൾ കൊണ്ട് മികച്ചതാക്കി മാറ്റിയ ഒരു സിനിമയും കൂടിയായിരുന്നു ചാവ. അത് ബോളിവുഡിൽ വൻ തരംഗമായി. കാരണം നല്ല കണ്ടന്റ് ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ സ്വീകരിക്കുക. അതിപ്പോൾ ബോളിവുഡ് എന്നില്ല, മോളിവുഡ് എന്നില്ല, ടോളിവുഡ് എന്നില്ല, കോളിവുഡ് എന്നില്ല, സാൻഡൽവുഡ് എന്നില്ല, എവിടെയായാലും ആളുകൾ സ്വീകരിക്കും എന്നതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ചാവ. അപ്പോൾ ഞാൻ ചാവ കുറിച്ച് സംസാരിക്കാൻ കാരണം 200 കോടിയിലേക്ക് ആ സിനിമയുടെ കളക്ഷൻ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. 14 റിലീസായ സിനിമ ഏകദേശം 6 ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് 200 കോടിയിലേക്ക് അടുക്കുകയാണ് ചിത്രം എന്ന് പറയേണ്ടി വരും. കാരണം നമുക്ക് ഓരോരോ കളക്ഷനായിട്ട് നോക്കാം. ആദ്യ ദിവസം 31 കോടി രൂപയായിരുന്നു ചിത്രത്തിൻ്റെ കളക്ഷൻ. കാരണം ആദ്യത്തെ ഷോ കഴിഞ്ഞതിന് ശേഷം ഇത് സാധാരണ ചരിത്ര സിനിമകളൊക്കെ പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്ന സിനിമയല്ല. ഇതിനകത്ത് ഗംഭീരമായ ഒരു കഥയുണ്ട്, തിരക്കഥയുണ്ട്, ഗംഭീരമായ രീതിയിൽ ടെക്നിക്കൽ ബ്രില്യൻസുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ് ചാവ എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മൗത്ത് പബ്ലിസിറ്റിയിൽ കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിലേക്ക് വന്നു. തിങ്കളാഴ്ച ദിവസം 24 കോടി വർക്കിംഗ് ഡേ ആണ്. ആലോചിച്ച് നോക്കണം, 24 കോടി രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത് എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. കാരണം അടുത്തിടെ റിലീസായ സിനിമകളൊക്കെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അക്ഷയ് കുമാറിൻ്റെ സ്കൈ ഫോഴ്സ്, ഹിമേഷ് റഷാമിയുടെ ബാഡാസ് രവികുമാർ, ഇതൊക്കെ തന്നെ വൻ പരാജയമായിരുന്നു തിയേറ്ററുകളിൽ നിന്ന്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് വിക്കി കൗശലിൻ്റെ ഈ ചിത്രം വലിയ കളക്ഷൻ നേടിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഛത്രപതി ശിവാജിയുടെ മകൻ്റെ കഥ പറയുന്ന ആ സിനിമ തിയേറ്ററിൽ കണ്ട എല്ലാ പ്രേക്ഷകരും മികച്ച അഭിപ്രായമാണ് നൽകിയത്. ആ സിനിമയ്ക്ക് ഒരു ചരിത്രമുണ്ടെന്നും അതാണ് ചരിത്രം എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ മാറുന്നുണ്ട്. പക്ഷേ സിനിമ നമുക്ക് സിനിമയായിട്ട് കാണാനേ, അതിനകത്ത് പ്രൊപ്പഗാൻഡ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. എന്നാൽ ചരിത്രമാണ് എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഞാൻ പക്ഷേ അതൊന്നും അല്ല പറയുന്നത്. സിനിമയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളുമാണ് പറയുന്നത്. കാരണം ബോളിവുഡ് സിനിമ ലോകം കഴിഞ്ഞ കുറച്ച് നാളുകളായി, കുറച്ച് മാസങ്ങൾ എന്ന് എടുത്ത് സൂചിപ്പിക്കേണ്ടി വരും. ആ സമയത്തൊക്കെ തന്നെ ഉണ്ടാകുന്ന തിയേറ്ററുകളിൽ ആളുകൾ വരുന്നില്ല എന്നൊരു വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ള ഇൻഡസ്ട്രികളിലൊക്കെ തന്നെ ആളുകൾ വരുമ്പോഴേക്കും ഈ സിനിമകൾ ഒക്കെ തന്നെ അവിടെ കൊണ്ടുപോയി റീമേക്ക് ചെയ്തു രീതിയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്കും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ലവ് ടുഡേയുടെ റീമേക്കായ ലവ്യപ്പ എന്ന് പറയുന്ന ഒരു സിനിമ. നെപ്പോ കിഡ്സിനെ കൊണ്ട് നിറച്ചുകൊണ്ട് ബോളിവുഡ് നടത്തിയ ഒരു സിനിമയാണ്. ഒറ്റ മനുഷ്യൻ കണ്ടില്ല. ലവ് ടുഡേ എന്ന സിനിമ തരംഗമുണ്ടാക്കിയപ്പോൾ അതിൻ്റെ റീമേക്ക് ബോളിവുഡിലേക്ക് പോയപ്പോഴേക്കും ഒറ്റ മനുഷ്യൻ കാണാനില്ലായിരുന്നു. അപ്പോൾ തിയേറ്ററിലേക്ക് ആളുകൾ എത്താൻ മികച്ച കണ്ടന്റ് മതി. അതിന് ഉദാഹരണമാണ് ചാവ. അത് തന്നെയാണ് 200 കോടി കളക്ഷനിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നത് ചിത്രം. വിക്കി കൗശൽ അങ്ങനെ വീണ്ടും ജനപ്രീതി ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ചരിത്ര സിനിമകൾ ഇപ്പോൾ നമ്മൾ താൻഹാജി ആയിക്കോട്ടെ, കേസരി ആയിക്കോട്ടെ, ഈ താൻഹാജി കേസരിയുടെ ഒക്കെ കളക്ഷൻ പൊട്ടിച്ചിരിക്കുകയാണ് ചാവ. അതായത് ഈ ദിവസങ്ങളിലൊക്കെ താൻഹാജി ഡേ 4 ഡേ 5 താൻഹാജിയും കേസരിയും ഒക്കെ നേടിയിരുന്ന കളക്ഷൻസ് ഒക്കെ തന്നെ പൊട്ടിച്ചിരിക്കുകയാണ് ചാവ. അപ്പോൾ ഒരു പുതിയ ചരിത്രവും കൂടിയാണ് ഈ ചരിത്ര സിനിമയിലൂടെ തന്നെ വിക്കി കൗശൽ മുന്നോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ എന്തൊരു പ്രകടനമായിരുന്നു വിക്കി കൗശൽ എന്നുള്ളതാണ്. കാരണം ഓരോ ഫ്രെയിമിലും
പുള്ളി അങ്ങ് ജീവിക്കുകയായിരുന്നേ. പുള്ളി അങ്ങനെ ഒരു 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 കഥാപാത്രമായിട്ട് മാറി അങ്ങനെയല്ല, ജീവിക്കുകയായിരുന്നു. നമുക്ക് വിക്കി കൗശലിനെ ഒരു സ്ക്രീനിൽ പോലും കാണാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂംസ്, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, സംസാരിക്കാനാണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും കൈയടി അർഹിക്കുന്ന രീതിയിലേക്കാണ് സിനിമ മാറിയത്. കാരണം അത്രമേൽ ഗംഭീരമായിരുന്നു ആ സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ ഓരോ ഫ്രെയിമിലും ഉണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമായും സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊടുക്കുന്ന രീതിയിലേക്ക് കുറച്ച് ഓവർ ദ ടോപ്പ് വിഷ്വൽസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സിനിമാറ്റിക് രീതിയിൽ കാണുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. മാത്രമല്ല ഇതിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രഫി, ഇതിനകത്ത് ഒരുപാട് ഫൈറ്റ് കൊറിയോഗ്രഫി ഉണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്കുള്ള ആ ക്ലൈമാക്സിലോട്ടൊരു ഒരു 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 ക്യൂ കൊടുക്കുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. നമുക്ക് ഒരു 1 vs 1000 എന്നൊക്കെ പറയാൻ പറ്റുന്നതാണ്. പക്ഷേ എന്നാൽ പോലും അതൊരു ബോറെന്നോ അല്ലെങ്കിൽ എന്ന് നെറ്റ് ചുളിപ്പിക്കുന്ന രീതിയിലേക്ക് ഒന്നുമല്ല കാര്യങ്ങൾ മാറുന്നത്. ആ 1 vs 1000 അത്രമേൽ ലൈക്ക് അത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട് സംവിധായകൻ. അതൊരു മികച്ച സംഭവമായിട്ട് തന്നെ പറയേണ്ടി വരും. അതൊരു മികച്ച ഫൈറ്റ് കൊറിയോഗ്രാഫിയും ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ചാവ അനുഭവപ്പെടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ തിയേറ്ററിലേക്ക് ആളുകൾ അത് ഇടിച്ച് കയറുന്നുമുണ്ട്. പല സിറ്റുവേഷനിലൊക്കെ തിയേറ്ററിലൊക്കെ ഒരു കുതിരപ്പുറത്ത് ഛത്രപതി സാംബാജി മഹാരാജ് എന്ന രീതിയിൽ ഫാൻസി ഡ്രസ്സ് പോലെയൊക്കെ കുറേ പേര് വരുന്നുണ്ട്. അത് പിന്നീട് തിയേറ്ററിൽ നമുക്കറിയാം, ജയ് ശ്രീറാമൊക്കെ തിയേറ്ററിൽ വിളിച്ച ചരിത്രങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ പ്രൊപ്പഗാൻഡയൊക്കെ നോർത്തിൽ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നോർത്തിലൊക്കെ ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരത് മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ അക്ഷയ് കുമാർ പൃഥ്വിരാജ് ചൗഹാനായിട്ടൊക്കെ വന്നിട്ട് അത് ബോക്സ് ഓഫീസിൽ തകർന്നടിയുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെയധികം ഇമോഷണലി കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് മുഗൾ വേഴ്സസ് മറാത്താസിൻ്റെ കഥയൊക്കെ നമുക്കറിയാം, ചരിത്രമൊക്കെ നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു മറാത്തയിൽ നിന്ന് നമുക്കൊരു രാജാവ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അങ്ങനെ ബിൽഡ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ചരിത്രം പലർക്കും അറിഞ്ഞുകൂടെങ്കിൽ പോലും അറിഞ്ഞുകൂടാത്ത ചരിത്രങ്ങൾ കൊണ്ടുപോലും ക്യാരക്ടറൈസേഷൻസ് കൊണ്ടും അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ കൊണ്ടും പ്രേക്ഷകർക്ക് ചരിത്രം അറിയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു നിസ്സാരപ്പെട്ട ജോലിയൊന്നുമല്ല. അതെല്ലാം ഈ സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് മികച്ച കളക്ഷനുമാണ് ഇതുവരെ നേടാൻ സാധിച്ചത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 200 കോടിയിലേക്ക് ചാവ അടുക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരുന്നത്.